സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ച പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫയുടെ കത്ത്. വെടിനിർത്തലിനും മാനുഷിക സഹായങ്ങൾക്കും വേണ്ടിയും ഇന്ത്യ ഇടപെടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. മൂന്നാമതും പ്രധാനമന്ത്രിയായതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടയച്ച കത്തിലാണ് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഒരു കത്ത് എന്നതിലുപരി സഹായിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കൂ എന്ന തിരിച്ചറിവാണ് ഈ അഭ്യർത്ഥനയിലൂടെയും പ്രകടമാകുന്നത്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും മുസ്തഫ കത്തിൽ കുറിച്ചിട്ടുണ്ട്. ഒരു ആഗോള നേതാവ് എന്ന നിലയിലും മനുഷ്യാവകാശങ്ങളെയും സമാധാനത്തെയും വിലമതിക്കുന്ന രാഷ്ട്രം എന്ന നിലയിലും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിക്കാൻ ഭാരതത്തിന് സാധിക്കും. ഗാസയിലെ ജനങ്ങളെ സഹായിക്കണമെന്നും ഉടനടി വെടിനിർത്തലിന് നയതന്ത്രപരമായി ഇടപെടണമെന്നും പലസ്തീൻ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കാനും പലസ്തീൻ പൗരന്മാരുടെ സംരക്ഷണവും സുരക്ഷയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാനും ദൃഢനിശ്ചയം ചെയ്യാനും ഇന്ത്യ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. പലസ്തീൻ ജനതയെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും പ്രധാനമന്ത്രിയോട് നന്ദി അറിയിക്കുന്നതായും മുസ്തഫ കുറിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. രാഷ്ട്ര സേവനത്തോടുള്ള അചഞ്ചലമായ സമർപ്പണത്തിനും ആഗോളതലത്തിലെ പുരോഗതിയുടെ നേട്ടമാണ് മൂന്നാമതും പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചത് എന്നും അദ്ദേഹം കത്തിൽ കൂട്ടിച്ചേർത്തു. നമ്മുടെ നാട്ടിലുള്ള മോദി വിരുദ്ധരെ പറ്റി കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് നരേന്ദ്രമോദിയെ കണ്ണുകീറിയാൽ കണ്ടുകൂടാത്തതും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോട് വിയോജിപ്പുള്ളതും. ശരിക്കും ലോക നേതാക്കൾ വരെ അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ വരെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്രത്തെ ബഹുമാനിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. പാകിസ്ഥാനിൽ നിന്ന് പോലും പലപ്പോഴും നരേന്ദ്രമോദിയെ കൊണ്ട് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താഴോട്ട് പോകുമ്പോൾ ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയരുന്നു എന്ന തരത്തിലുള്ള മുറവിളികൾ അവിടുത്തെ നേതാക്കന്മാരിൽ നിന്ന് നാം കേട്ടതാണ്. അതുപോലെ തന്നെ മുഹമ്മദ് മുയ്സു ഒരു സമയത്ത് ഭാരതവും ഒന്നും വേണ്ട അല്ലെങ്കിൽ ഭാരതത്തെ കൊണ്ട് തങ്ങൾക്കൊന്നും നേടാനില്ല എന്ന് കരുതി ഭാരതത്തെ തള്ളിപ്പറഞ്ഞ മുഹമ്മദ് മുയ്സു തന്നെ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ കാൽക്കൽ വീണ കാഴ്ചയും നമ്മൾ കണ്ടു. ഇതൊക്കെ കാണിക്കുന്നത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ നയതന്ത്രം. അദ്ദേഹം ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് എങ്കിൽ പോലും സൗഹൃദപക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് എങ്കിൽ പോലും എല്ലാവരോടും അദ്ദേഹം പാലിക്കുന്ന ഒരേ രീതിയിലുള്ള നയതന്ത്രം അത് എത്രമാത്രം വിജയം കൊണ്ടുവരുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ശത്രുപക്ഷത്ത് നിന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും മാത്രമേ പല കാര്യങ്ങളും നയതന്ത്രത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കൂ എന്ന ലോക നേതാക്കൾക്കുള്ള വിശ്വാസവും ഒക്കെ തന്നെയാണ് ഈ അഭ്യർത്ഥനകളിലൂടെയും ഈ കത്തുകളിലൂടെയും ഒക്കെ വെളിവാകുന്നത്. ചേരിചേരാ നയം പിന്തുടരുകയും പിന്നീട് സോവിയറ്റ് പക്ഷത്തോട് ചേരുകയും ചെയ്ത പരമ്പരാഗതമായ ഭാരതത്തിൻ്റെ ഒരു വിദേശ നയമുണ്ട്. ആ വിദേശ നയം ഇന്ന് നിലവിലില്ല. അത് തിരുത്തുകയും അമേരിക്കയുമായും റഷ്യയുമായും അറബ് രാഷ്ട്രങ്ങളുമായും ഒരുപോലെ സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രം മറ്റൊരു വിജയകഥ തന്നെയാണ്. ഇതൊക്കെ മുമ്പുണ്ടായിരുന്ന ഭരണാധികാരികൾക്ക് സാധിക്കാതിരുന്ന കാര്യങ്ങളാണ് എന്നുകൂടി ഓർക്കുകയും പറയുകയും ചെയ്യുമ്പോഴാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ വിജയം നമുക്ക് വ്യക്തമാകുന്നത്. കോൺഗ്രസ് ഭരണകാലത്തും മറ്റുമായി രാജ്യത്തിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചിരുന്ന പാകിസ്ഥാൻ ഇന്ന് തലക്കടിയേറ്റ് ശരിക്കും പത്തി താഴ്ത്തിയിരിക്കുകയാണ്. എ കെ ആന്റണി രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യൻ സൈനികന്റെ തലയെറുത്ത് ആഘോഷിച്ച പാകിസ്ഥാൻ ഇന്ന് അതിനൊരിക്കലും മുതിരുകയില്ല എന്ന് ഉറപ്പാണ് എന്ന് പറയുമ്പോൾ അത് നരേന്ദ്രമോദിയുടെ വിജയം മാത്രമാണ്. 2016 ഭാരതം അതിർത്തി കടന്ന് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പാകിസ്ഥാന് വീണ്ടും ഒരു സാഹസത്തിന് പ്രേരിപ്പിക്കും എന്ന് ഒരിക്കലും തോന്നുന്നില്ല. ഇങ്ങോട്ട് കടത്തിവിടാൻ ശ്രമിച്ച ഭീകരവാദത്തെ അതിൻ്റെ മടയിൽ ചെന്ന് അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ചെന്ന് തകർത്ത് കളയാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോരാട്ട വീര്യത്തോട് പൊരുതി നിൽക്കാനുള്ള ശേഷി ഇന്ന് പാകിസ്ഥാന് ഇല്ല എന്നത് ഉറപ്പാണ്. അവർ ഭാരതത്തിലേക്ക് ഒളിച്ചു കടത്തിയിരുന്ന കള്ളനോട്ടിനും മയക്കുമരുന്നിനും തടയിടാൻ മോദിക്ക് സാധിച്ചത് വലിയൊരു നേട്ടമാണ്. ഇന്ന് പാകിസ്ഥാനിൽ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് ആരാധകരുണ്ട് എന്നാണ് തെളിയുന്നത്. മോദിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി അവരും ആഗ്രഹിക്കുന്നു എന്നത് പലപ്പോഴും അവിടെ നിന്ന് വരുന്ന പല അഭിപ്രായ പ്രകടനങ്ങളിൽ വ്യക്തമാണ്. ഭാരതത്തിൻ്റെ ഭൂപ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ കടന്നു കയറി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചൈനയെ ഒരു കയ്യകലം നിർത്തുന്നതിലും മോദി സർക്കാർ വിജയിച്ചിട്ടുണ്ട്. 2020 ലഡാക്ക് ഗാൽവാൻ താഴ്വരയിൽ നടന്ന ഇന്ത്യ ചൈന സംഘർഷം അത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രം കൂടിയാണ്. മാസങ്ങൾക്ക് ശേഷം പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നതും അതാണ്. എന്തായാലും മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിനുണ്ടായിട്ടുള്ള അകമഴിഞ്ഞ പിന്തുണ ചൈനയെ അതിസാഹസത്തിന് പ്രേരിപ്പിക്കാതെ അടക്കി നിർത്തുന്നുണ്ട് എന്നതും ഒരു വാസ്തവമാണ്. കഴിഞ്ഞ ദിവസം അവസാനിച്ച G7 വേദിയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഒരു സ്വീകാര്യത അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി എത്രത്തോളം ശക്തനായ ഒരു ഭരണാധികാരിയാണ് ലോക നേതാക്കളുടെ മുൻപിൽ എന്ന് തെളിയിക്കാൻ അന്ന് അവിടെ അദ്ദേഹത്തിന് ലഭിച്ച ആ 2 ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യതയും അവിടെ നിന്ന് ലഭിച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രം
മതി. എന്തായാലും നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയിലൂടെ ഭാരതത്തിലെ ഓരോ പുൽക്കൊടിക്കും അഭിമാനിക്കാവുന്ന വകയാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.